ജീവിച്ചിരിക്കുന്നവരെ പരിശുദ്ധന്മാരായി ഗണിക്കാറുണ്ടോ? ഒരു സാധാരണ ചോദ്യം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചിന്തയിൽ വന്നിട്ടുണ്ടാകാം. നമുക്ക് പരിചയമുള്ള ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒക്കെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് അവർ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കടന്നുപോയി അതിന് അനേക വർഷങ്ങൾക്ക് ശേഷമായിരിക്കില്ലേ. വിശുദ്ധ വേദപുസ്തകത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു സ്ത്രീ അവളുടെ വഴിയായി കൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അവളുടെ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ വഴിയായി കൂടെ നടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു എന്ന്. ആൻഡ് ദ വുമൻ സെഡ് ടു ഹർ ഹസ്ബൻഡ്, നൗ ഐ നോ ദിസ് ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ് ഹു കംസ് ടു അസ് റെഗുലർലി. എലീശ പ്രവാചകനെ കുറിച്ചാണ് ശൂനേംകാരിയായ സ്ത്രീ അവിടെ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് പറയുന്നത്. നമുക്കറിയാം, തൻ്റെ ഗുരുവിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ച ദൈവവേലയിൽ വളരെ എരിവുള്ളവനായ പ്രവാചകനായിരുന്നു എലീശ പ്രവാചകൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ ആദ്യ ഭാഗം മുഴുവൻ എലീശ പ്രവാചകന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ശൂനേമിലേക്ക് പോകുന്ന പ്രവാചകനെ സ്ഥിരമായി കാണുന്ന ഈ ധനികയായ സ്ത്രീ ഭർത്താവിനോട് ഈ കമൻ്റൊക്കെ പറഞ്ഞിട്ട് പ്രവാചകന് തൻ്റെ വീട്ടിൽ വസിക്കുവാനായി അവസരങ്ങൾ ഒരുക്കുകയാണ്. അവൾ ഒന്നും പറയാതെ തന്നെ അവളുടെ ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന പ്രവാചകൻ അവളെ അനുഗ്രഹിക്കുകയാണ്. അവൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് അവന് മനസ്സിലായി. അടുത്ത തവണ താൻ വരുമ്പോഴേക്കും അവൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പ്രവചിച്ച് അവളെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധരായി ജീവിക്കേണ്ടിയ നമ്മെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്തെ വീടിൻ്റെ മുൻപിലുള്ള വഴികളിലൂടെ സാധാരണയായി കടന്നു പോകുന്ന ചില മനുഷ്യരെക്കുറിച്ച് അയൽക്കൂട്ടം കൂടുമ്പോഴൊക്കെ അവനെ കണ്ടൊരു കള്ളലക്ഷണം ഉണ്ടെന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞു കേട്ടേക്കാം. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ ഒരു വിശുദ്ധനെന്ന് നമ്മെ കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടോ? എന്താണ് എലീശ പ്രവാചകനെ വിശുദ്ധനാക്കിയ ഘടകങ്ങൾ എന്നൊന്ന് ചിന്തിച്ചാൽ ഒന്നാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത് ആ പ്രവാചകന്റെ ദൈവത്തോടുള്ള ബന്ധമാണ്. 2 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ എലീശ പ്രവാചകന് ദൈവത്തോടുള്ള ബന്ധം നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ദൈവനാമത്തിൽ ആണയിടുവാൻ തക്കവണ്ണം അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് എലീശ പ്രവാചകൻ. അതുകൊണ്ടല്ലേ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഇനി നമ്മളൊക്കെ പണ്ട് ആണയിട്ടത് അമ്മയാണേ സത്യം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? കാരണം ഏറ്റവും അടുത്തറിയാവുന്നത് അമ്മയെന്നുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ്. എലീശ പ്രവാചകനിൽ കാണുന്ന 2-ാമത്തെ പ്രത്യേകത ഒരു ജെനുവിൻനെസ്, ഒരു നിഷ്കപടത എന്ന് നമുക്കതിനെ വിളിക്കാം. യാതൊരു കാപട്യവുമില്ലാത്ത മനുഷ്യൻ, യഹോവയിൽ നിന്ന് കേൾക്കുന്നത്, യഹോവയിൽ നിന്ന് ലഭിക്കുന്നത് കൃത്യമായി തൻ്റെ ജനത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു ശക്തനായ മനുഷ്യൻ. ഈ നിഷ്കപടതയൊന്ന് മനസ്സിലാക്കണമെങ്കിൽ 5-ാം അധ്യായത്തിൽ ആ ഗേഹസിയുമായി, തൻ്റെ ശിഷ്യനായ ഗേഹസിയുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മതിയാകും. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ ആഗ്രഹിക്കുന്നതും ഈ നിഷ്കപടതയാണ്. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങളുടെ നിഷ്കപടതയെക്കുറിച്ച് വളരെ ശക്തമായി അപ്രീഷിയേറ്റ് ചെയ്യുകയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിൽ പരീശന്മാരുടെ കപടതയെ വിമർശിക്കുകയും ചെയ്യുന്നത്. ഈ ഗുണങ്ങളൊക്കെ ഈ വിശുദ്ധന്മാരിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും ഈ ഗുണങ്ങളിലേക്ക് അടുത്തു വരുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള അടുത്ത ബന്ധമുണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ജെനുവിൻനെസ് തീർച്ചയായും, ഒരു നിഷ്കപടത തീർച്ചയായും ആവശ്യമല്ലേ? അതുകൊണ്ട് ഒരു നിഷ്കപടമായ ദൈവബന്ധം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുള്ള ബന്ധവും അതനുസരിച്ച് ശരിയാവും. അതുകൊണ്ട് വിശുദ്ധരായി മാറുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.